നമസ്തേ, ധ്വനിയുത്തമൻ. ലോകത്തിലെ ഏറ്റവും മോശം ജനങ്ങളിൽ ഒരു വിഭാഗമുള്ളത് ഇപ്പോഴും കേരളത്തിൽ തന്നെയാണ്. വെയിറ്റ്, ഞെട്ടരുത്, ഞാൻ തുടർന്ന് പറഞ്ഞോട്ടെ, കേൾക്കൂ. ഭാരതത്തിൽ ജനിച്ച് ലോകത്തോളം വളർന്ന വിശ്വപൗരന്മാരിൽ മിക്കവരും പശ്ചിമ ബംഗാളിൽ ജനിച്ചവരായിരുന്നു. സ്വാമി വിവേകാനന്ദൻ, വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീരാമകൃഷ്ണ പരമഹംസ, ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നിവരാണ് ആ ചെറിയ ഉദാഹരണങ്ങൾ. സാംസ്കാരിക രംഗത്തും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും വളരെയേറെ അതിപ്രശസ്തരായവരെ സംഭാവന ചെയ്ത നാടാണ് ബംഗാൾ. കലയുടെയും സംസ്കാരത്തിന്റെയും കേദാരമായിരുന്നു ബംഗാൾ. ദേശസ്നേഹികളുടെയും വിപ്ലവകാരികളുടെയും പറുദീസയായിരുന്നു ബംഗാൾ. നൂറ് സ്വതന്ത്ര സമര സേനാനികൾ രക്തസാക്ഷിത്വം വരിച്ച ബംഗാൾ. ലോകപ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞരെ നൽകിയ ബംഗാൾ. മഹർഷി അരവിന്ദും ഖുദിറാം ബോസും റാഷ് ബിഹാരി ബോസും ജോഗേഷ് ചന്ദ്രയും ചിത്തരഞ്ജൻ ദാസും ജതീന്ദ്രനാഥ് ദാസും ബിനോയ് ബസുവും ജനിച്ച ബംഗാൾ. ശ്യാമപ്രസാദ് മുഖർജിയും ബിപിൻ ചന്ദ്രപാലും മാതങ്കനി ഹസ്രയും ശിശിർ കുമാർ ഘോഷും പിറന്ന മണ്ണ്. സത്യജിത് റായുടെയും ബുദ്ധദേവദാസ് ഗുപ്തയുടെയും ഗൗതം ഘോഷിന്റെയും തപൻ സിംഗയുടെയും മൃണാൾ സെന്റിന്റെയും ജന്മം കൊണ്ട് പുണ്യം നേടിയ നാട് ബംഗാൾ. ഇന്ന് ആ ബംഗാളിന്റെ അവസ്ഥ വിവരണാതീതമാണ്. ലോകത്തിന് തന്നെ മാതൃകയാകേണ്ടിയിരുന്ന കല, സാംസ്കാരിക, രാഷ്ട്രീയ, ശാസ്ത്രീയ മേഖലയിൽ എത്രയോ മുകളിലെത്തേണ്ടിയിരുന്ന ആ ബംഗാൾ ഇന്ന്